ഇവിടെ കയർ മേഖലയാണ്, തൊഴിൽ മേഖല. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന, ലോകത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിൽ അറിയപ്പെടുന്ന കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിദേശത്തേക്ക് കയറ്റി അയച്ച് ജീവിച്ചിരുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്ന കയർ തൊഴിലാളികളും കയർ വ്യാപാരികളും. എന്നാൽ മേഖല മഷിയിട്ട് തെരഞ്ഞാൽ ഇവിടെ കാണാനില്ല. കേട്ടുകേൾവിയില്ലാത്ത തമിഴ്നാട്ടിലേക്ക് ഈ സാധനം മുഴുവൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. എല്ലാ കമ്പനികളും ഇവിടെ പോയി. 10,000-കണക്കിന് തൊഴിലാളികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം കേരളത്തിൽ തുടങ്ങിയതും ആരംഭിച്ചതും നിലനിന്നിരുന്നതും ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളുമാണ്. കയറുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകളും നിരവധി നോവലുകളും നിരവധി ഗാനങ്ങളും ഇറങ്ങി ഇന്നും ആവേശത്തോടു കൂടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഇവിടുത്തെ ആ തൊഴിൽശാലകൾ മുഴുവൻ പൂട്ടപ്പെട്ടു. സർക്കാർ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ എന്താ ഇവിടെ ഒരു കയർ കോൺവിളയിൽ നടന്നതായിട്ട് ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ മനസ്സിലായി. കയറുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്തവരുടെയും കച്ചവടം ചെയ്തവരുടെയും ജീവിത സാഹചര്യം നിങ്ങൾക്കറിയാം. എല്ലാം ഇവിടുന്ന് പറിച്ചു നടപ്പെടുകയാണ്. കേരളത്തിൽ ഉണ്ടായിരുന്ന ചകിരി കൊണ്ടുപോയി, കേരളത്തിൽ നിന്ന് ഈ ചകിരി കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്ത് തമിഴ്നാട്ടിൽ പോയിട്ട് അതിന്റെ നാര് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കയറ് പിരിക്കേണ്ട അവസ്ഥയാണ്. എങ്ങനെ ഇതെല്ലാം കൈവിട്ടുപോയി? 4 തൊഴിലാളികൾ ചേർന്ന് ചെറിയൊരു ഷെഡ് കെട്ടി. അവിടെ നമുക്കറിയാം സാധാരണ ചവിട്ടികളുണ്ട്, നമുക്ക് മാർക്കറ്റിൽ നിന്ന് 100 രൂപക്കും 50 രൂപക്കും കിട്ടുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെക്കനൈസ്ഡ് യുഗത്തിലേക്ക് മാറുകയും ചെയ്തു. ഈ പറയുന്ന സ്വയമായിട്ട് ഉണ്ടാക്കാനുള്ള സാഹചര്യം പോയി. 4 ആൾക്ക് തൊഴിൽ ചെയ്യുന്ന ചെറിയ ഒരു ഷെഡ് കെട്ടി അവിടെ 2 ചെറിയ മെഷീനിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 100,000 നൂലാമലയാണ്. ഒന്നും നടക്കുന്നില്ല എന്ന് ഇവിടുത്തെ തൊഴിലാളികൾ തന്നെ പറയുന്നത്. ഇവിടെ വ്യവസായ സൗഹൃദമാക്കാൻ ഒരുപാട് നിയമ മാറ്റങ്ങൾ ഈ സർക്കാർ വരുത്തിയിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷെ ഒന്നുപോലും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഈ വ്യവസായങ്ങൾ മുഴുവൻ ഇവിടെ ആലപ്പുഴയെ വിട്ടുപോയിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെ നടന്നു വരും. ഇന്നിപ്പോൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, പഴയ കെട്ടിടങ്ങൾ പൊളിച്ച സാധനങ്ങൾ, അതിന്റെ വലിയ വലിയ മാർക്കറ്റുകൾ. ആലപ്പുഴയിൽ മുമ്പ് ഇത്ര വലിയ കാഴ്ച ഉണ്ടായിട്ടില്ല. ആലപ്പുഴയിൽ അപ്പോൾ പലതും പൊളിച്ചു പോവുകയാണ്. ജീവിതമാർഗമില്ലാത്തത് കൊണ്ട് പല കച്ചവട സ്ഥാപനങ്ങളും പൊളിച്ച് വിറ്റ് ആ സ്ക്രാപ്പായി അതിന്റെ മരവും പലകയും ഓടും വിറ്റ് കത്തുന്ന വീടിന് ഊരുന്ന കഴുക്കോൽ ലാഭമെന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞ അവസ്ഥയിലേക്ക് ആലപ്പുഴ മാറിയിട്ടുണ്ട് എന്ന് പരിശോധിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ പഴ മാർക്കറ്റിലൂടെ നമ്മൾ നടന്നാൽ സാധിക്കും. കാർഷിക മേഖല എന്താ സ്ഥിതി ഞാൻ പറയണ്ട. ഇവിടുത്തെ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു നെല്ലറയായിരുന്നു കുട്ടനാട് പാക്കേജുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നവർ പ്രഖ്യാപിക്കുന്നു, കോടികൾ ചെലവഴിച്ച് അറിയുന്നു എന്നതിലപ്പുറം ഒന്നും ഈ പറയുന്ന ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിട്ട് കാർഷിക മേഖല സാമ്പത്തികമായി തകർന്നടിഞ്ഞ് കർഷകരൊക്കെ ആത്മഹത്യയുടെ വക്കീലാണ്. പലരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാളുടെയും കിടപ്പാടത്തിന്റെ ആധാരം വർഷങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇന്ന് വരെ അത് തിരിച്ചെടുക്കാനോ അത് കാണാനോ പോലും കഴിയാത്തൊരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ട്. അപ്പം ഈ ടൂറിസം പദ്ധതികൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഈ ആലപ്പുഴ പോലെ കേരളത്തിൽ, നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ ടൂറിസത്തിൽ ആദ്യം കേൾക്കുന്ന പേരാണ് ആലപ്പുഴ. അത് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിനെ കുറിച്ചാണ് ആലോചിക്കാറുള്ളത്. ലോകത്ത് എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ടൂറിസം ഇതാണ്. പക്ഷെ കോടാന കോടികൾ ഇവിടെ പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. കോടാന കോടികൾ. ഈ പറയപ്പെടുന്ന ടൂറിസം മന്ത്രിയും കുടുംബവും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ നിരന്തരമായി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ആ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മാർക്കറ്റിംഗ് നടത്തി മുമ്പൊന്നും ഇല്ലാത്ത വിധം കോടാന കോടികൾ? കാരണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ അങ്ങോട്ട് പോവുകയാണ്. ആര് ചെലവഴിച്ചു, എന്ത് ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു ആർക്കും കാണാൻ കഴിയില്ല. ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എന്താ പറയുക ഡെവലപ്മെന്റ് അല്ല ഇതിൽ നടക്കുന്നത്. ഇത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴിയും ടെലിവിഷൻ വഴിയും വിദേശ രാജ്യങ്ങളിൽ ടെലിവിഷൻ വഴിയൊക്കെ
ഞങ്ങൾ പബ്ലിസിറ്റി നടത്തി ഇത്ര കോടി രൂപ ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലേക്കും ആലപ്പുഴയിലേക്കൊക്കെ വന്നിരുന്ന ടൂറിസ്റ്റുകൾ പോലും എങ്ങനെ ഇത് അപ്രത്യക്ഷരായത്? എന്താണ് അതിന് കാരണം? ഫെസിലിറ്റീസ് ഇല്ല. ഞാൻ രാവിലെ നടക്കാൻ വേണ്ടി നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിലൂടെ ഒന്ന് പോയി നോക്കി. എന്താ സ്ഥിതി? അത്രയും മോശമായ അവസ്ഥ. ക്ലീനിനെസ് ഇല്ല, ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ മുമ്പ് വന്നിരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇല്ലാതായി. ബാക്ക് വാട്ടേഴ്സ് ഒന്നും വേണ്ട, വഞ്ചിയിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്താൽ തന്നെ മനുഷ്യർക്ക്, അത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ മാറി. ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ, ഇത്രയും കൂടുതലുള്ള ഹൗസ് ബോട്ടുകൾ, അതിന്റെ അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അതിനു വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്ന വൃത്തി പോലും ടൂറിസം മേഖലയിൽ ആലപ്പുഴ കൈവിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായി കുറഞ്ഞ് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഉത്തരം പറയേണ്ട ഗവൺമെന്റാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഗവൺമെന്റ്, ടൂറിസം വകുപ്പ് ഈ പറയുന്ന മേഖലകളിൽ ശക്തമായി ഇടപെട്ട് നഷ്ടപ്പെട്ട പുതിയ തൊഴിലല്ല, ഈ മേഖല കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ നിലനിൽപ്പിനുള്ള ആശയപരമായ സാമ്പത്തികമായ ഇടപെടലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇന്നലെയും ഇവിടുത്തെ ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന്റെ ശ്രദ്ധയപ്പെടുത്താറുള്ളത്.